നമ്മൾ അക്വേറിയം ഷോപ്പുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഫിഷ് ഫുഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഗ്രോവൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വലിയ ബാഗുകളിൽ, അത് എനിക്ക് തോന്നുന്നു 5 കിലോ 10 കിലോ അങ്ങനെ വലിയ ബാഗുകളിൽ വരുന്നത് ചെറിയ 1 കിലോൻ്റെ പാക്കറ്റായിട്ട് റീപാക്ക് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ആ ഒരു ഗ്രോവൽ ബ്രാൻഡ് ഇങ്ങനെ റീപാക്ക് ചെയ്ത് വരുമ്പോഴാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബാഗുകളായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിന്മേൽ ബ്രാൻഡ് കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല, കാരണം ഇത് 1 കിലോൻ്റെ ഇതുപോലത്തെ പാക്കറ്റായിട്ട് റീപാക്ക് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് അല്ല ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഇത് ഗ്രോവൽ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് 4 സൈസിൽ വരുന്നുണ്ട്. 4 സൈസും ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പല സൈസിലുള്ള പെല്ലറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് പല സൈസിലുള്ള മീനുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വില വരുന്നത്, ഈ 1 കിലോൻ്റെ പാക്കറ്റ് ഈ വലിയ സൈസുകൾക്ക് വരുന്നത്, അതായത് വലിയ സൈസിലുള്ള പെല്ലറ്റിന് വരുന്നത് 1 കിലോ പാക്കറ്റിന് 80 രൂപയാണ്. ഏറ്റവും ചെറിയ ബീറ്റ ഫിഷിൻ്റെ ആ ഒരു സൈസിന് എനിക്ക് തോന്നുന്നു 120 എന്തോ ആണ് 1 കിലോൻ്റെ പാക്കറ്റിന് വരുന്നത്. ഇത് കാണുമ്പോൾ പല ആൾക്കാർക്കും ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പല ബ്രാൻഡുകളും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് അക്വേറിയം ഷോപ്പിനകത്ത് ഷെൽഫിനകത്തൊക്കെ അതായത് നല്ല കളർഫുൾ പാക്കേജിങ്ങിൽ മീനുകളുടെ പടമൊക്കെ വെച്ച്, ഉദാഹരണത്തിന് ബീറ്റ ഫിഷിൻ്റെ പടങ്ങളും ഗോൾഡ് ഫിഷ് കോയി കാർപ്പിൻ്റെ പടങ്ങളൊക്കെ വെച്ച് നല്ല ഗ്ലേസിംഗ് ഉള്ള കവറിംഗ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഷെൽഫുകളിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. പലതരത്തിലുള്ള ബ്രാൻഡുകൾ, ഹിക്കാരി, അതുപോലെ തന്നെ ഒപ്റ്റിമം എന്നൊക്കെ പറയുന്ന കുറേ ബ്രാൻഡുകളുണ്ട്. അത്തരം ബ്രാൻഡുകൾക്ക് ചെറിയൊരു പാക്കറ്റിന്, അതായത് 200-250 ഗ്രാമിൻ്റെ പാക്കറ്റ് അല്ലെങ്കിൽ ബോട്ടിലൊക്കെ ആയിരിക്കും, അതിന് നല്ല റേറ്റ് വരും. 200, 300, 400 പിന്നെ അങ്ങ് മുകളിലേക്കാണ് റേറ്റ് വരുന്നത്. അത് ഓരോ ബ്രാൻഡ് അനുസരിച്ചും അവരുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഇതൊക്കെ അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. നല്ല റേറ്റ് വരും. അത്തരം ബ്രാൻഡുകളിൽ കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്നതുണ്ട്. അത് കേരളത്തിലാവാം അല്ലെങ്കിൽ ഇന്ത്യയിലാവാം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലാവാം. പിന്നെ കുറേ ബ്രാൻഡുകളൊക്കെ പുറമേ നിന്ന് വരുന്നതൊക്കെ ഉണ്ട്, ഇമ്പോർട്ട് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡും ക്വാളിറ്റിയൊക്കെ അനുസരിച്ചായിരിക്കും പ്രൈസ് വരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഗ്രോവൽ പോലുള്ള ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എനിക്കതിൻ്റെ പ്രൊഡക്ഷൻ എവിടെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ കേരളത്തിലായിരിക്കും, അതോ ഇനി ഔട്ട്സൈഡ് കേരള ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്തരത്തിൽ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ കൂടുതലും അവർ ടാർഗറ്റ് ചെയ്യുന്നത് വലിയ വലിയ ഫാമുകൾ അല്ലെങ്കിൽ കൃഷി നടത്തുന്ന അത്തരം സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള ആ ഒരു എന്താ പറയുക യൂസേജ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പല പെല്ലറ്റ് സൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട്. വലിയ പെല്ലറ്റിൽ മാത്രമാണ് ഇടയ്ക്ക് വരുന്ന സമയത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫിഷിൻ്റെ സ്മെല്ല് കുറച്ച് കുറവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി നമ്മളെല്ലാ മീനുകൾക്കും ഇത് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ ഒരു ബ്രാൻഡുകളൊക്കെ നമ്മൾ കുറച്ച് അക്വേറിയങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് വാങ്ങിക്കൊടുക്കാം. അതായത് നമ്മൾ കുറച്ച് അക്വേറിയങ്ങളും കുറച്ച് മീനുകളൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേസമയം നമ്മുടെ കയ്യിൽ കുറേ മീനുകളും അല്ലെങ്കിൽ ബക്കറ്റും ടബുകളും ക്രേറ്റുകളും അതുപോലെ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറേ മീനുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന ഫുഡ് തന്നെയാണ് നല്ലത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വില വ്യത്യാസം വരുന്നുണ്ട്. 1 കിലോൻ്റെ ഈ ഒരു പാക്കറ്റിന് വരുന്നത് വെറും 80 രൂപയാണ്. ഈ ഒരു പ്രൈസിന് അത്യാവശ്യം വോളിയത്തിൽ നമുക്ക് ഫുഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മീനുകൾക്കെല്ലാം ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വോളിയത്തിൽ മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫിഷ് ഫുഡുകൾ തന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല, തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കാം.